നമസ്കാരം. SR കമ്മ്യൂണിക്കേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായി ഈ പരിപാടി കാണുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. അവർ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമുക്ക് മൈക്കുകളെക്കുറിച്ച്, അതായത് മൈക്രോഫോൺസിനെ കുറിച്ച് അല്പം അറിവുകൾ, എൻ്റെ അറിവ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോഫോൺ. ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ മൈക്ക് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കും, എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രാഥമികമായിട്ട് മൈക്കുകളെക്കുറിച്ച് ഒരല്പം അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. മൈക്കുകളെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ആ മൈക്ക് പിടിക്കുന്നത് എങ്ങനെ, മൈക്ക് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്നത്. പാട്ടുകാർ, പ്രാസംഗികർ, വിവിധ തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യുന്നവർ, സംവാദം നടത്തുന്നവർ, ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ പരിപാടികളിൽ പങ്കാളികളാവുകയോ നമ്മളതിൻ്റെ പ്രേക്ഷകരാവുകയോ ചെയ്യാറുണ്ട്. നമ്മുടെ മുന്നിലേക്ക് മൈക്കുമായിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ, നമ്മളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ മൈക്കിൽ എങ്ങനെയാണ് മൈക്കിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ മൈക്കിന് മുന്നിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ വോയിസിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, നമ്മളെ ഫേസിൻ്റെ റെസ്പോൺസ് എന്താണ്, ശബ്ദം എങ്ങനെ എത്ര കണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും, മൈക്ക് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് മൈക്കിൻ്റെ ആ പൊസിഷൻ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദതരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളാക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് മൈക്രോഫോൺ. പലതരത്തിലുള്ള മൈക്കുകൾ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് ലഭ്യമാണ്. എല്ലാം ഒരേപോലെ എന്ന് തോന്നും, പക്ഷേ വ്യത്യസ്തങ്ങളാണ്. പല പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൈക്കുകൾ അല്ലെങ്കിൽ മൈക്രോഫോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. എല്ലാം ഒരേപോലെ എന്ന രീതിയിൽ എല്ലാ മൈക്കുകളെയും സമീപിക്കരുത് എന്നർത്ഥം. ഇപ്പോൾ ലാപ്ടോപ്പിലുണ്ട്, സ്മാർട്ട് ഫോണിലുണ്ട്, വ്ളോഗർമാർ ഉപയോഗിക്കുന്നതുണ്ട്, യൂട്യൂബർമാർ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റുഡിയോകളിൽ ഉപയോഗിക്കുന്ന മൈക്കുകളുണ്ട്, പല തരത്തിലുള്ള മൈക്കുകളുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇതിൻ്റെ ഫങ്ഷനിങ്ങും അതിൻ്റെ ഉദ്ദേശമൊക്കെ സെയിം ആണെങ്കിൽ കൂടി അവയുടെ വ്യത്യാസം ചെറുതാണെങ്കിലും വലിയ രീതിയിലാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെട്ടു വരിക. അതിനടുത്ത് നമ്മൾ പെരുമാറുമ്പോൾ എങ്ങനെയാണ് ഈ മൈക്കുകളുമായിട്ട് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കാം. ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന മൈക്കുകളെ കുറിച്ച് പറയാം. ഡയനമിക് മൈക്കുകളാണ് അവ. ഡയനമിക് മൈക്ക് എന്ന് പറയുമ്പോൾ ഇത് ഡയനമിക് മൈക്കാണ്. സാധാരണ ഈ ഓർക്കസ്ട്ര അല്ലെങ്കിൽ പാട്ട് പാടുന്ന സന്ദർഭങ്ങളിൽ, അത്തരത്തിലുള്ള വേദികളിൽ, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തന്നെ സാധാരണ ഉപയോഗിക്കുന്നത് ഡയനമിക് മൈക്കുകളാണ്. ഇത് ഒരു തരത്തിലുള്ള ഡയനമിക് മൈക്കാണ്. ഇതിൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നല്ല ബോൾ പോലെ വളരെ കൃത്യമായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കാണാം. നല്ല ബോൾ പോലെ ഉരുണ്ടുള്ള മൈക്കാണ്. ഇതേ സാധനം തന്നെയാണ്, അല്പം ഫ്ലാറ്റായിട്ടുള്ള ഇതിൻ്റെ ഫേസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കുറച്ച് ഫ്ലാറ്റാണ്. പക്ഷേ എല്ലാം ഒരേപോലെ തന്നെയാണ്. പ്രയോജനപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ വേണം. ഇതിനകത്ത് ഒരു ചെറിയൊരു ഡയഫ്രം ഉണ്ട്, ഒരു കോയിൻ ലൈക്ക് ഒരു കോയിൻ്റെ അത്രത്തോളം വലുപ്പം വരുന്ന ഒരു ഡയഫ്രം ഉണ്ട്. അതിലൂടെയാണ് നമ്മുടെ ഈ ശബ്ദ തരംഗങ്ങൾ കടന്നു പോകുന്നതും അത് വൈദ്യുത തരംഗങ്ങളായി മാറുന്നതും പുറത്തേക്ക് ആ ശബ്ദം നമ്മുടെ ശബ്ദം അതിൻ്റെ എത്രയോ ഇരട്ടിയിൽ പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ഈ മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളത്, ഇതെങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം. ഈ മൈക്ക് ഇത് നേരെ ഞാൻ പിടിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പല രീതിയിലാണ് ഈ മൈക്കുകളൊക്കെ, അറിയാത്ത ആളുകൾ പല രീതിയിലാണ് ഈ മൈക്ക് ഉപയോഗിക്കുക. ഒന്ന്, ഈ മൈക്ക് ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, താടിക്ക് ചോട്ടിൽ പിടിക്കുന്നവരുണ്ട്. എന്തോ ഫേസ് മുഴുവൻ കാണണം, മൈക്ക് കൊണ്ട് തടസ്സപ്പെടരുത് എന്നുള്ള രീതിയിലാണ് മൈക്ക് ഇങ്ങനെ പിടിക്കുന്നത്. തെറ്റായ ഒരു പൊസിഷനിങ് ആണ്. കാരണം ഇത് അത്ര, ഈ ഡൈനാമിക് മൈക്ക് എന്ന് പറഞ്ഞെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ശബ്ദങ്ങളെ ഒന്നും അത് അതിലേക്ക് റിസീവ് ചെയ്യില്ല, സിഗ്നൽ കിട്ടില്ല. വളരെ അടുത്ത് തന്നെ പറഞ്ഞാൽ മാത്രമേ
കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ശബ്ദം ഇതിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ മൈക്ക് ഇങ്ങനെ പിടിക്കുന്നതോ അല്ലെങ്കിൽ ചെരിച്ചു പിടിക്കുന്നതോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആക്കി പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നതോ ചില സിംഗേഴ്സ് ചില ഗായകരൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന കാണാം. പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്ക് ഇങ്ങനെ പിടിക്കണം. അതായത് അത്യാവശ്യം നേരെ തന്നെ നമ്മളൊരു ഗ്രൗണ്ടിനോട് പാരലായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒരു രണ്ട് വിരലിൻ്റെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് രണ്ട് വിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാൻ പറ്റും. ചിലപ്പോൾ അത് ശബ്ദം ഒന്നും കൂടി ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു വിരലിൻ്റെ ഒന്നും കൂടി അടുത്ത് പിടിക്കാം. അതേ സമയത്ത് ഈ അടുത്തടുത്ത് വരുന്ന സമയത്ത് ബ്ലോ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ബ്ലോ ചെയ്യാൻ, അതായത് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്, ഖ ഖ ഖ എന്ന് വല്ല ഹ എന്നുള്ള ശബ്ദമുണ്ട്. അതേപോലെ തന്നെ ച ഛ, പിന്നെ അതേപോലെ ട ഠ, ആ ഹ എന്നുള്ള ശബ്ദം വരുമ്പോൾ അത് ബ്ലോ ചെയ്യാൻ സാധിക്കും. അത് കനപ്പെട്ട നമ്മൾ സ്ഫുടമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഹ എന്നുള്ള ശബ്ദത്തിൽ വരുന്ന സമയത്ത് ബ്ലോ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്ലോ ചെയ്യുന്ന സമയത്ത് ഒന്ന് അല്പം വിട്ടുപിടിക്കുക, വീണ്ടും മൈക്കിനെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ പൊസിഷനിങ് കീപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ കീപ്പ് ചെയ്താൽ മാത്രമേ കൃത്യമായ നിങ്ങളുടെ ശബ്ദം ചേഞ്ചസ് ഇല്ലാതെ, മാറ്റങ്ങളില്ലാതെ അതിൻ്റെ ശ്രോതാക്കൾക്ക് അത് കേൾക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു വലിയൊരു ഒരു കണ്ടുവരുന്നതാണ്, നമ്മളിങ്ങനെ മൈക്കുമായിട്ട് സംസാരിച്ച് നടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മൈക്കുമായിട്ട് മൂവ് ചെയ്യുകയോ ചെയ്താൽ ജസ്റ്റ് ലൈക്ക് ദിസ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യുന്ന നമ്മളിങ്ങനെ ഫേസ് ചെയ്തിട്ട് മൈക്ക് ഇങ്ങനെ അറിയാതെ പിടിച്ചു പോകുന്നത്. ഈ പൊസിഷനിൽ മൈക്ക് നിൽക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ അവിടെ നിന്ന് പ്രേക്ഷകരിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് വേണ്ടത്, അത് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലിപ്പും നമ്മുടെ ഫ്രീക്വൻസിയും ഇതിൻ്റെ വോയിസ് മുഴുവൻ പോകുന്നത് എങ്ങനെയാണ്, മൈക്കുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം? മൈക്ക് നമ്മളെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണോ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ അല്ലെങ്കിൽ ഒരു വടിയിൽ കെട്ടിവെച്ച പോലെ ഇതേപോലെ പൊസിഷനിങ് മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുണ്ടിനോട് ചുണ്ടിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് മൂവ്മെൻറ്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് തന്നെ മൈക്ക് നമ്മൾ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ വ്യക്തമായ ശബ്ദം നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഡൈനമിക് മൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. ഇത് 500 രൂപ മുതൽ ഒരുപാട് തരത്തിലുള്ള റേഞ്ചസിൽ അതിൻ്റെ പ്രൈസ് റേഞ്ചസ് ഒരുപാടുണ്ട്. 500 രൂപ കിട്ടുന്ന മൈക്കുകളുണ്ട്. പിന്നെ അതിൻ്റെ ക്ലാരിറ്റി കൂടുന്നതനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതനുസരിച്ചും അതിൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ ഡൈനമിക് മൈക്കുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള മൈക്കുകളുണ്ട്. അതേപോലെ ഒരു 1000 റുപ്പീസ്, 500 റുപ്പീസ് ഓർ 1000 റുപ്പീസ് അല്ലെങ്കിൽ 2000 റുപ്പീസിന് സാധാരണ ഒരു മൈക്ക് വാങ്ങാമെങ്കിൽ കൂടി 25 ലാക്സ് വരെ വരുന്ന ചില മൈക്കുകളുണ്ട്. പക്ഷെ അത് ഡൈനമിക് മൈക്കുകളിലല്ല. ആ മൈക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കണ്ടൻസർ മൈക്കുകൾ. ഇത് ഡൈനമിക് മൈക്കാണ്, മറക്കണ്ട. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാതരം സ്റ്റേജ് പ്രോഗ്രാമുകളിലും പാട്ട് പാടുന്നവർ പ്രത്യേകിച്ച് ഇപ്പം ധാരാളം കരോക്കെ സ്നേഹം അല്ലെങ്കിൽ കരോക്കയോട് താല്പര്യം കൂടി വരുന്ന കാലഘട്ടമാണ്. മൈക്ക് യഥേഷ്ടം ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. പാട്ട് പാടുന്നവരും പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്നത് ദിസ് ഇസ് ഡൈനമിക് മൈക്രോഫോൺ. ഓക്കെ, അടുത്ത മൈക്കാണ്, പ്രധാനപ്പെട്ട ഒരു മൈക്കാണ്, അതിലേക്ക് കിടക്കാം. ദിസ് വൺ, ഇത് കണ്ടൻസർ മൈക്ക് എന്ന് പറയും. കണ്ടൻസർ മൈക്ക് നിങ്ങൾക്കറിയാം, അറിയുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് സ്റ്റുഡിയോകളിൽ വലിയ വലിയ പ്രോഗ്രാംസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോകളുണ്ട്. ആ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൈക്കാണ് കണ്ടൻസർ മൈക്ക്. ഞാൻ പറഞ്ഞു നേരത്തെ, ഇതിൻ്റെ വില അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വാരി ചെയ്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. വലിയ വിലയുടെ നേരത്തെ പറഞ്ഞ 25 ലാക്സ് ഒക്കെ വരുന്ന മൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ പറയാൻ കാരണം, 25 ലക്ഷം വരെ വരുന്ന മൈക്ക് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ക്ലാരിറ്റിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു സ്റ്റുഡിയോയിൽ നമുക്കൊരു അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു 10, 20, 25, 30 ഒരു ഏതാണ്ട് ഒരു 30,000, 25,000 to 30,000 രൂപ വിലയുള്ള കണ്ടൻസർ മൈക്കായത്. അത് 1000 കുറഞ്ഞിട്ടും കണ്ടൻസർ മൈക്ക് കിട്ടിയേക്കാം. പക്ഷേ അതിൻ്റെ നമുക്കറിയാം, ആ വില കുറയുന്നതനുസരിച്ചും കൂടുന്നതനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അതിസൂക്ഷ്മമായിട്ടുള്ള ശബ്ദം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കണ്ടൻസർ മൈക്കുകൾ. കണ്ടൻസർ മൈക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് പരിചയപ്പെടണമെങ്കിൽ സ്റ്റുഡിയോകളിൽ പോയി കഴിഞ്ഞാൽ കാണാം. അത് ചിലപ്പോൾ അത് സ്പോഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മേലെ കവറൊക്കെ ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് വെച്ചിരിക്കും. ഇതാണത് കണ്ടൻസർ മൈക്ക് എന്ന് പറയുന്നത്. മറ്റൊരു മൈക്ക് സാധാരണ നമ്മൾ റിബൺ മൈക്ക് എന്ന് പറയും. റിബൺ മൈക്ക് എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ തന്നെ സ്റ്റുഡിയോകളിലും ആകാശവാണിയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. റിബൺ മൈക്ക് അത് കുറച്ച് ഫ്ലാറ്റാണ്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം.
ആ ഒരു മൈക്ക് അതിന്റെ ഡബിൾ സൈഡ്, ആ മൈക്ക് ഫ്ലാറ്റ് ആയിട്ട് കാണാം. ആ ഫ്ലാറ്റ് ആയിട്ടുള്ള മൈക്കിനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് നമുക്ക് നമ്മളുടെ വോയിസ് എന്താണോ അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പുറത്തൊരാൾ നിൽക്കുന്നു, ഇപ്പുറത്തും ആളാണ് നിൽക്കുന്നു. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ ആകാശവാണിയിൽ ആദ്യ കാലഘട്ടത്തെ അവിടുത്തെ ഡ്രാമ ആർട്ടിസ്റ്റാണ് ഞാൻ. അത് 36 കൊല്ലം ആയി. ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് എൻ്റെ നാടക സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ റിബൺ മൈക്കായിരുന്നു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 2 പേർക്ക് ഇവിടെ നിന്നും സംസാരിക്കാം, അപ്പുറത്തു നിന്നും സംസാരിക്കാം, അത് കൃത്യമായി റെക്കോർഡ് ചെയ്യും. ഇന്നിപ്പോൾ ആകാശവാണി സിസ്റ്റമൊക്കെ മാറി, എല്ലാവർക്കും സിംഗിൾ മൈക്കുണ്ട്, കണ്ടൻസർ മൈക്കുകളാണ്. അതിസൂക്ഷ്മമായിട്ടുള്ള നമ്മുടെ ശ്വാസം പോലും അതിൽ വലിയ വലിയ ശബ്ദമായിട്ട് കേൾക്കുന്ന രീതിയിലുള്ള കണ്ടൻസർ മൈക്കുകൾ ഇന്നിപ്പോൾ ആകാശവാണി, കോഴിക്കോട് നിലയത്തിൽ എല്ലാ നിലയങ്ങളിലും അത് ലഭ്യമാണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ റിബൺ മൈക്ക് ഇന്നും ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. റിബൺ മൈക്ക് അതും നല്ല മൈക്കാണ്. ആ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന മൈക്കാണ് റിബൺ മൈക്ക്. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള പല മൈക്കുകൾ കൂടുതലായിട്ടും അതുമായിട്ട് നമ്മൾക്ക് വലിയ പരിചയമില്ല. കപ്പാസിറ്റർ മൈക്കുകളുണ്ട്, കാർബൺ മൈക്കുകളുണ്ട്, നിരവധി മൈക്കുകളുണ്ട്. ഇപ്പം ഇയർഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്കുകളുണ്ട്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ എല്ലാ ഉപകരണങ്ങൾക്കുള്ളിലും മൈക്രോഫോൺസ് ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സംവിധാനമാണ് അതിലുണ്ടാവുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഫെമിലറൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു മൈക്കാണ് വയർലെസ് ലാവ്ലിയർ മൈക്രോഫോൺസ്. എന്താണ് ഈ വയർലെസ് ലാവ്ലിയർ മൈക്രോഫോൺസ് എന്ന് പറഞ്ഞാൽ? ഇതാ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഇവിടെ താഴെ ഈ താടിക്ക് താഴെ ഷർട്ടിൽ ഞാൻ കുത്തിവെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ആണ്. ഇത് വയർലെസ് ലാവ്ലിയർ ഇനത്തിൽ വരുന്നതാണ്. അതേപോലെ യൂട്യൂബർമാർ, വ്ളോഗർമാർ, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഒരുപാട്, പിന്നെ ഈ സംവാദം നടക്കുന്ന സമയത്തും ചിലപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ഈ മൈക്കുകളാണ് ഇത് സംസാരിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകാറുള്ളത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വയർലെസ് ലാവ്ലിയർ മൈക്ക് ഉപയോഗിക്കുന്നത്. അത് ഏതാണ്ട് ഒരു 30 മീറ്റർ മുതൽ 100-120 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ പോയാലും അതിലുള്ള പിന്നെ ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഇപ്പം ഞാനിവിടുന്ന് മൂവ് ചെയ്യാണ്, ഒരു 30 മീറ്റേഴ്സ് അപ്പുറത്തേക്ക് പോയാലും ഇവിടെ റെക്കോർഡിംഗ് സംവിധാനത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന വീഡിയോയും ശബ്ദവും കൃത്യമായി കേൾക്കാൻ പറ്റും. അത് 120 മീറ്റേഴ്സ് വരെ, 120 മീറ്റർ വരെ, വളരെ ദൂരേക്ക് പോകുന്നത് വരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഹൈ കപ്പാസിറ്റി ഉള്ള, ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള വയർലെസ് ലാവ്ലിയർ മൈക്ക് എന്ന് പറയുന്ന ഇതേപോലെയുള്ള മൈക്കുകളുണ്ട്. ഇതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്നിപ്പോൾ യഥേഷ്ടമാണ് ഇതിൻ്റെ ഉപയോഗം. വളരെ നല്ല രീതിയിൽ നല്ല ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മൈക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്ന എല്ലാ ശബ്ദവും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഇങ്ങോട്ട് താഴെ നോക്കിയിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പറയുന്നാൽ മതി. ആ മൈക്ക് അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. ശബ്ദം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കും. മറ്റൊരു മൈക്ക് കൂടി പറഞ്ഞുകൊണ്ട് ആ മൈക്കിൻ്റെ കാറ്റഗറികളെ കുറിച്ചുള്ള ഒരു അറിവ് അവിടെ വെച്ച് നിർത്താം. USB മൈക്കുകൾ. USB മൈക്കുകൾ നമ്മൾ സാധാരണ ഈ കമ്പ്യൂട്ടറിലേക്ക്, ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറിൽ നമ്മൾ ഡെസ്ക്ടോപ്പുകളുമായിട്ടുള്ള കമ്പ്യൂട്ടറുകളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പോഡ്കാസ്റ്റിങ്, അതേപോലെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ, ഗെയിമിംഗ് ഒക്കെ പ്രോഗ്രാം, അതിലൊക്കെ വരുന്ന സമയത്ത് കണക്ട് ചെയ്യുന്ന മൈക്കുകൾ USB സാധാരണ ഒരു മൈക്കാണ്. ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊക്കെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. USB മൈക്കുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്കുകളുടെ, അതായത് ഇപ്പോൾ വയർലെസ് ലാവ്ലിയർ മൈക്കുകളൊക്കെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ യഥേഷ്ടം നടക്കുന്ന സമയത്തൊക്കെ തന്നെ വയർലെസ് ലാവ്ലിയർ മൈക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു മൈക്കാണ്, അല്ലെങ്കിൽ മൈക്രോഫോൺ സിസ്റ്റമാണ് USB മൈക്കുകൾ. ഇതിലേക്ക് കടക്കുന്ന സമയത്ത് മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു. സംശയം വേണ്ട, ആ രീതിയിൽ തന്നെയാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. പാട്ടുകാരോട് പ്രത്യേകം പറയാനുള്ളതാണ്, പാട്ടുകാരുടെ ശബ്ദം കൃത്യമായി നല്ല ശബ്ദമായിരിക്കും, നന്നായിട്ട് ശ്രുതി ഉണ്ടായിരിക്കും, താളത്തിനനുസരിച്ച് പാടുന്നുണ്ടാകും. പക്ഷെ മൈക്ക് പിടിക്കുന്നത് ശരിയല്ല എങ്കിൽ എല്ലാം അവിടെ 90% അത് ഫെയിലിയർ ആവും. അപ്പം ശരിക്കും മൈക്കിൻ്റെ പൊസിഷൻ കൃത്യമായാൽ തന്നെ 50% സക്സസ് ആയി എന്നാണ് പറയാറുള്ളത്. പ്രത്യേകിച്ചും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ തന്നെ, കരോക്കെ ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തുന്ന ഒരു സംവിധാനം എനിക്കുണ്ട്. അവിടെയൊക്കെ തന്നെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് മൈക്കിൻ്റെ പൊസിഷനിങ് ആണ്. എങ്ങനെ പിടിക്കണം, അത് എങ്ങനെ പിടിക്കേണ്ട, ഹോൾഡിംഗ് പൊസിഷൻ മാത്രമല്ല, നമ്മൾ വല്ല മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, തൽക്കാലം ഇപ്പോൾ മൂവ് ചെയ്യാറില്ല, മൂവ്മെന്റ്സ് വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറക്കരുത് അതിൻ്റെ പൊസിഷനിങ്. ഒരിക്കൽ കൂടി ഇങ്ങനെയാണ് കാണിക്കുന്നത്.
അത് 2 വിരലിന്റെ ഡിസ്റ്റൻസിൽ മാക്സിമം ചുണ്ടടുത്തു ഇല്ല എന്നുള്ള രീതിയിൽ വെച്ച് നമ്മളെ പരിപാടികൾ അവതരിപ്പിക്കുക. ഇനി ചില അബദ്ധങ്ങളിലേക്ക് കിടക്കാണ്. അബദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ മൈക്ക് കിട്ടിയ ഉടനെ മൈക്ക് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നവർ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ, ചെയ്യാൻ പാടില്ലാത്തതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൈക്ക് കിട്ടി, കണക്റ്റഡ് ആണ്, ഇതിന് കേബിൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോർഡ്ലെസ് ആയിരിക്കും. കോർഡ്ലെസ് മൈക്കുകൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. എന്തായാലും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ സെൻസിറ്റീവ് ആണ് ഇതിൻ്റെ ഉള്ള ഡയഫ്രം. ഒരു കോയിൻ്റെ പോലെയുള്ള ഡയഫ്രം ആണ്. അതിലൂടെയാണ് ഈ ശബ്ദ തരംഗങ്ങൾ കടന്നു പോകുന്നത്. ഇത് കിട്ടിയ ഉടനെ തന്നെ ഇത് ഓൺ ആൻഡ് ഓഫ് എന്നുള്ള സ്വിച്ച് ഉണ്ട്. ഇതൊരു കൃത്യമായൊരു സ്വിച്ച്, ഇതിന് സംവിധാനമുണ്ട്. ഈ സ്വിച്ചിലാണ് ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവുക. മിക്കവാറും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ഇത് ഓൺ ആക്കിക്കൊണ്ടിരിക്കും, ഓൺ തന്നെയായിരിക്കും. അതിന് ഓണും ഓഫും നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അതിന് ഓൺ ഓഫിൻ്റെ സ്വിച്ചിനോട് കളിക്കേണ്ട ആവശ്യമില്ല. കാരണം മുന്നിൽ സൗണ്ട് എഞ്ചിനീയർ ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള കംപ്ലീറ്റ് സെറ്റപ്പുമായിട്ട് സൗണ്ട് എഞ്ചിനീയർ മുന്നിലിരിക്കുന്നുണ്ടാവും. അദ്ദേഹമാണ് അതിന് കംപ്ലീറ്റ് ബാലൻസ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇത് ഓൺ ആൻഡ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി അത് എഞ്ചിനീയർ തന്നെ ആ മിക്സറിന്റെ അടുത്തിരിക്കുന്ന സൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർ ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണം. ഇത് ഓണാണ്. ഇപ്പം നിങ്ങളൊരു പാട്ട് പാടി പോകുമ്പോൾ അടുത്ത പാട്ടിലേക്ക് കടക്കുമ്പോൾ ഇത് പുള്ളി തന്നെ എന്ത് ചെയ്യും, സൗണ്ട് എഞ്ചിനീയർ അത് ഓഫാക്കിയിടും. നിങ്ങൾ പോകുന്ന ആൾ ഇത് ഓഫാക്കി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചില മൈക്കുകൾക്ക് ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവില്ല, അതൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഓൺ ആൻഡ് ഓഫ് ഈ സ്വിച്ചിൻ്റെ മുകളിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓണാക്കി തന്നെ ഇരിക്കും. ഇനി അഥവാ ഓഫാണ് എന്ന് തോന്നിയാൽ അത് ഓണാക്കി പിടിക്കുക. ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ശബ്ദം നമ്മൾ അതിലൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റിംഗ് ഉണ്ട് നമ്മൾ. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത്, ആദ്യം തന്നെ ചെയ്യാൻ സാധ്യത ഇതിനെ പോലെ ഇങ്ങനെ അടിയുക, അല്ലെ മുട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നതൊക്കെ കാണാം. അപകടമാണത്. ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ ഡയഫ്രം തന്നെ, നമ്മുടെ ചെവിക്കൊക്കെ ഉണ്ടല്ലോ ചെറിയ ഡയഫ്രം, അതേപോലെ നേരിയ ഒരു പാട പോലെയുള്ള ഒരു മാഗ്നറ്റിക് സംവിധാനം അവിടെ 2-3 അടി എല്ലാവരും വന്നിട്ട് 2-3 അടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാട്ട് പരിപാടി തീരുന്നതിന് മുന്നേ തന്നെ അത് അടിച്ചു പോകും, മൈക്ക് അടിച്ചു പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നവർ അടിച്ചിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, ഇതിനെ വേദനിപ്പിക്കരുത്. വളരെ സോഫ്റ്റ് ആണ്, സെൻസിറ്റീവ് ആണ്. അടിക്കാതെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വിരൽ വെച്ച് അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. ആ റബ്ബിങ് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ മോണിറ്റർ മുന്നിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ക്യാബിൻ നമ്മൾ മുന്നിൽ കേൾക്കാവുന്നതാണത്. ഇതിങ്ങനെ ജസ്റ്റ് റബ്ബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേഗം മനസ്സിലാവും ഓണാണ് എന്നുള്ളത്. ഒന്നും ആവശ്യമില്ല. സൗണ്ട് എഞ്ചിനീയറുടെ ഒരു ജസ്റ്റ് റെഡി എന്ന് ഒരു സിഗ്നൽ കൊടുത്താൽ അതിനെ പുള്ളി അത് പിക്ക് ചെയ്യും. ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറയുമോ സൗണ്ട് കയറ്റാണോ അല്ലെങ്കിൽ അത് ഓൺ ആൻഡ് ഓഫ് എന്തെങ്കിലും പറയും. ആവശ്യമില്ല, പുള്ളി അവിടെ തന്നെ പറയും ഓക്കെ എന്ന് കൈ തരും, നമുക്ക് പാടാം. ബെസ്റ്റ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇൻ ബിറ്റ്വീൻ സൗണ്ട് എഞ്ചിനീയർ ആൻഡ് ദ സിംഗർ, അല്ലെങ്കിൽ സംവദിക്കുന്ന ആളായിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ നടക്കും. മൈക്കിനെ വേദനിപ്പിക്കരുത്. ഒന്ന് അതാണ് ഈ അടി ഒഴിവാക്കുക. അടി ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ്. മൈക്കിന്റെ ലൈഫിനെ ബാധിക്കും. ഏറ്റവും കൂടുതൽ എന്താ പറയുക ലൈഫ് ഉണ്ട് എന്ന് പറയുന്നത് ഡൈനാമിക് മൈക്കിനാണ്. ഡൈനാമിക് മൈക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് വീഴാതെ, ഏത് മൈക്കും വീഴാതെ നോക്കണം. ഏത് മൈക്കും വീണാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഡയഫ്രം, ആ മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനം പെട്ടെന്ന് അടിച്ചു പോകും. ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്, വളരെ സൂക്ഷിച്ചു വേണം. അപ്പോൾ ഈ മൈക്ക് ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്തും കൊണ്ട് നമ്മൾ തുടങ്ങണം. അടിക്കാൻ പാടില്ല. അതേമാതിരി ചില ആളുകൾ പറയാറുണ്ട്, ഈ വന്ന ഉടനെ തന്നെ ഒരു ഹലോ 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 പറച്ചിലുണ്ട്. ഹലോ 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 ടെസ്റ്റ്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ ബോറിംഗ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊന്നും ചെയ്യേണ്ട. നമ്മളൊരു പാട്ട് പാടാൻ വരുന്നു അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വരുന്നുവെങ്കിൽ ഇത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം അപ്പോഴേ വെളിപ്പെടുത്താൻ പറ്റും. നമ്മുടെ ശബ്ദം ഈ ഹലോ ഹലോയിലൂടെ തന്നെ നാട്ടുകാരെ കേൾപ്പിക്കരുത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ കേൾപ്പിക്കരുത്. കാണികൾക്ക് ആ ശബ്ദം അരോചകവും കൂടിയായി. ഒന്നുമില്ല, നമ്മൾ കൂളായി പോകുന്നു, എടുക്കുന്നു, മൈക്ക് എടുക്കുന്നു, ഇനിയിപ്പോൾ ഒരു ഡൈനാമിക് മൈക്ക് ഏതോ ആയിക്കോട്ടെ എടുക്കുന്നു. ജസ്റ്റ് നമ്മളൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഓക്കെയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെയാണ് അവിടെ ആണെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ഓക്കെ പറയും, ഇങ്ങനെ പറയും. ഇത് ചെയ്യാനേ പാടും. ദയവ് ചെയ്ത് ഒരാളും മൈക്കെടുത്ത് ഉപയോഗിക്കുന്ന ഇനി ആ സന്ദർഭത്തിൽ പാട്ട് മാത്രമല്ല ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് ചെക്ക് ചെയ്യാൻ ഈ ഹലോ ഹലോ പറഞ്ഞിട്ട് ടെസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ സമയം അതിന് വിനിയോഗിക്കരുത്. അത് ബോറിംഗ് ഒന്ന് മാത്രമല്ല അരോചകവും കൂടിയാണെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അത് ഞാൻ നിങ്ങളോട് പരസ്യമായിട്ട് പറയുന്നു, ആവർത്തിക്കാതിരിക്കാൻ. താങ്ക് യു. ഇനി മറ്റൊന്ന്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈക്ക് ഇങ്ങനെയാണ് പിടിക്കുക. സാധാരണഗതിയിൽ പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്, പിന്നെ അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്. അതൊരു ഓക്കാർഡായിട്ടുള്ള, അത് ഒഴിവാക്കുക എന്നാണ്. ഏറ്റവും അടിയിലാകുമ്പോൾ മൈക്കിനൊരു വെയിറ്റ് വരും. നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള അതിൻ്റെ ഹോൾഡിങ് എന്ന് പറയുന്നത് ഈ സ്വിച്ചിൻ്റെ ഭാഗം, അതായത് സ്വിച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ അവിടെ വിരലുകളൊന്നും വെക്കാതിരിക്കുക.
തടയാതിരിക്കുക. ചിലപ്പോൾ മൈക്ക് ലൂസ് കണക്ഷനൊക്കെ, സ്വിച്ച് ലൂസ് കണക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവിടെ സ്പർശം വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇൻ്ററപ്റ്റ് ചെയ്യും, വോയിസിനെ അത് ഇൻ്ററപ്റ്റ് ചെയ്യും, ബ്രേക്കായി പോകും. അതിനെ ഫ്രീ ആക്കി വിട്ടുകൊണ്ട് ഇങ്ങനെ പിടിക്കാം, നമുക്ക് ഇങ്ങനെ പിടിക്കാം. എന്തായാലും അതിൻ്റെ മുകളിൽ സ്വിച്ചിൻ്റെ മുകളിലേക്ക് വിരൽ വരാത്ത രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് പിടിക്കുക, ഒന്നത്. പിന്നെ ചില ആളുകൾ മൈക്ക് പിടിക്കുന്ന ഇങ്ങനെയൊക്കെ പിടിക്കുന്നതാണ്. ശബ്ദം വേറെ എവിടെയും പോകരുത്, എല്ലാം അതിനുള്ളിൽ വരണം എന്നില്ല, അത് അപകടം ചെയ്യും. കാരണം വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ അതിനുള്ളിലൊരു ഡയഫ്രം ഉണ്ട്. ആ ഡയഫ്രം കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് വോയിസ് പോകുന്നത്. അത് ഈ സൈഡിലുള്ള വോയിസ് ഒന്നും വല്ലാതെ പിടിക്കില്ല, പുറത്തുള്ള വോയിസ് ഒന്നും. അപ്പോൾ ഇങ്ങനെ ഒത്തിപ്പിടിച്ചിട്ട് ശബ്ദത്തെ കൂടുതൽ കേന്ദ്രീകരിക്കാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ഒരു പരിഭ്രമം കൊണ്ട് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. എന്തായാലും ഈ ഭാഗത്തിൽ നിന്ന് മുകളിലേക്ക് വിരൽ കയറ്റാതെ, അതായത് മാക്സിമം ഇങ്ങനെ ഇത്രയേ വരാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യുള്ളൂ. ഇങ്ങോട്ട് കയറി വരാതെ ഇങ്ങനെ പിടിക്കാതിരിക്കുക, പൊത്തിപ്പിടിക്കാതിരിക്കുക, ഇങ്ങനെ പിടിക്കാതിരിക്കുക, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അരുത് എന്ന് പറയുന്നതിൽ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ പാടാനുള്ള ഒരു സംവിധാനം. ഈ 2 വിരൽ ഞാനൊക്കെ ഇങ്ങനെയാണ് മാക്സിമം പിടിക്കുക. ഒരു വിരലിൻ്റെ സപ്പോർട്ട് മതി, അത്ര വെയിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വിരൽ മുകളിലും. അപ്പോൾ ഈ സാധനം നമ്മളെ പറയുന്ന ഈ സ്വിച്ചിനെ ഫ്രീ ആക്കി വിടുക, വളരെ ശ്രദ്ധിച്ചാൽ മതി. മൈക്കിൻ്റെ പിടുത്തമാണ് പരിപാടിയുടെ, അല്ലെങ്കിൽ എന്താണോ പ്രസംഗമാവട്ടെ, പാട്ടാവട്ടെ, എന്തോ ആവട്ടെ, അതിൻ്റെ വിജയം എന്ന് പറയുന്നത് മൈക്ക് ഹോൾഡ് ചെയ്യുന്നത് നന്നായിട്ട് പിടിക്കുക. ഈ പൊസിഷനിൽ പിടിക്കുക. നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പിടിക്കരുത്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പിടിക്കേണ്ടി വരും. അതൊക്കെ വെറുതെ ഒരു പൊസിഷനിങ് എന്നല്ലാതെ അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. തൊണ്ട നിവർന്നിരിക്കുകയോ ശബ്ദം ക്ലിയർ ആവുകയോ ഒന്നും ചെയ്യില്ല. മൈക്ക് നമുക്ക് കൃത്യമായിരിക്കണം. ഓക്കെ, ഇനി ചെറിയൊരു സംശയം കൂടി മാറ്റിയിട്ട് നമുക്ക് ഈ പരിപാടി അതിൻ്റെ ഒരു സമാപനം കുറിക്കാം. ഓർക്കസ്ട്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് 2 കേബിളിൽ 2 മൈക്ക് ഉണ്ടായിരിക്കും മിക്കവാറും. സ്റ്റാൻഡിൻ്റെ മുകളിൽ, അതിന് മൈക്ക് സ്റ്റാൻഡിൻ്റെ മുകളിൽ 2 മൈക്കുകൾ സാധാരണ കാണാറുണ്ട്. അത് ചില മൈക്കുകൾ ഉപയോഗിക്കുന്നില്ല, ഈ മൈക്രോഫോൺസ് ഉപയോഗിക്കുന്നത് പുരുഷന്മാരും ചിലത് സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് കാണാൻ ഉള്ളൊരു സന്ദർഭമുണ്ടായി. നമ്മുടെ എൻജിനീയർ, സൗണ്ട് എൻജിനീയർ പറയും ആ മൈക്ക് ഉപയോഗിച്ചാൽ മതി, ഈ മൈക്ക് ഉപയോഗിച്ചാൽ മതി. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ എന്താ വെച്ചാൽ പുള്ളി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻജിനീയർ ചെയ്തിട്ടുണ്ടാവും, പുരുഷന്മാർക്ക് ഉള്ള ആ മൈക്ക് ഉപയോഗിക്കുന്ന മൈക്കിനെ ഒരു പ്രത്യേക സ്റ്റൈലിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മിക്സറിൽ അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിൽ, നമ്മൾ അവിടെ ബാലൻസിങ് സിസ്റ്റത്തിൽ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പുരുഷന്മാരുടെ ബേസ് വോയിസ് കൂടുതലാണ്. ബേസ് വോയിസ് നമ്മൾ ചില ആളുകൾ ബാസ് വോയിസ് എന്നൊക്കെ പറയും. ബാസ്, BASS. അതിൻ്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ബേസ് ആണ്. ബേസ് ഗിറ്റാർ, ബേസ് വോയിസ്, ബേസ് ടോപ്പ് ബേസ് എന്നാണ് പറയും. ശ്രദ്ധിച്ചാൽ മതി, ബേസ് എന്നാണ്. ആ ബേസ് വോയിസ് ഉള്ളത് ഒരു ശബ്ദം അവിടെ സെറ്റ് ചെയ്തുള്ള ശബ്ദത്തിനനുസരിച്ച് ഒരു മൈക്ക് ഒരു കേബിൾ കളറോട് കൂടെ തന്നെ അതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ലേഡീസിൻ്റെ വോയിസ് ഡിഫറെൻ്റ് ആണെന്ന് അറിയാലോ. ആ സമയത്ത് അവർക്ക് ബേസ് വോയിസ് ഇച്ചിരി കൂട്ടി ഫിക്സ് ചെയ്തിട്ട് അവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കത് എളുപ്പമാണ്. ഒരു പാട്ട് വരുമ്പോഴേക്കും ആണാണെങ്കിൽ ആണിന് കൊടുക്കാവുന്ന മൈക്ക് ഇതാണെന്നും, സ്ത്രീ ആണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന മൈക്ക് ഇതാണെന്നും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ മൈക്രോഫോണിൽ ആൺ പെണ്ണില്ല, ജെൻഡർ വൈസ് മൈക്രോഫോൺസ് ഇല്ല. തെറ്റിദ്ധാരണ മാറ്റണം. പക്ഷെ അതേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഗമമായിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് മ്യൂസിക് മിക്സ് ചെയ്യാനും സൗണ്ട് മിക്സ് ചെയ്യാനുള്ള സംവിധാനം അവിടെ മിക്സ്ചറിലുണ്ട്. അവിടെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്ക് അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർ ഈ മൈക്കിൽ പാടണം എന്ന് പുള്ളി തന്നെ അവിടെ സിഗ്നൽ തരുന്നത്, ലേഡീസാണ് ഇത് പാടണം. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇങ്ങനെ സ്ത്രീകളൊക്കെ തന്നെ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ഈ മൈക്കിൽ കേബിൾ വെച്ചിട്ട് പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ലാണ്. സംശയം ഉണ്ടെങ്കിൽ പുരുഷനാണ് സിംഗറായിട്ട് വരുന്നെങ്കിൽ ഈ മൈക്ക് എടുത്തിട്ട് സംശയം ഇതാണോ എന്നുള്ളത് നമ്മുടെ സൗണ്ട് എഞ്ചിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ എന്ന് പറയും. അല്ല നോ അതാണെന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റിയെടുക്കണം. ലേഡീസിനും ദയവായി ചെയ്യാം. പിന്നെ മനസ്സിലാക്കേണ്ടത് പാട്ട് പാടുന്നവർ ലേഡീസ് പാടുന്ന മൈക്ക് ഏത്, പ്രൊഫഷണൽ സിംഗേഴ്സൊക്കെ പാടുന്ന മൈക്ക് ഏതെന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്, ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചെറിയൊരു ധാരണ പെശക് ഒന്ന് ക്ലിയർ ആക്കിയെന്നുള്ളൂ. മൈക്രോഫോണിൽ ഒരിക്കലും എന്തില്ല, തീർച്ചയായിട്ടും ആണ് പെണ്ണൊന്നുമില്ല. എല്ലാവർക്കും ഒറ്റ മൈക്കുള്ളെങ്കിൽ അതിൽ ആണും പാടും പെണ്ണും പാടും. അങ്ങനെയാണല്ലോ സാധാരണ നടക്കാറുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാ കമൻസും ലൈക്സും ഒക്കെ തന്നെ എൻ്റെ ചാനലിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാൻ ഞാൻ എപ്പോഴും മുന്നിലുണ്ട്. അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സുമായി മുന്നിലുണ്ട്. സഹകരിക്കണം. ഈ ഒരു ചാനലിൻ്റെ വിജയം നിങ്ങളുടെ ലൈക്സ്, കമൻസ്, ഷെയറിങ്ങിലാണ്. സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാണ് എന്ന് തന്നെ പറയട്ടെ. ദയവ് ചെയ്ത് അതിനൊന്നും യാതൊരു തരത്തിലുള്ള മറ്റുള്ള യാതൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസോ ഒന്നും കൊടുക്കേണ്ടതില്ലാത്തൊരു തന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പലർക്കും അറിയില്ല, പലരും വ്യൂ ചെയ്യും. ഇപ്പോൾ ഒരു പ്രോഗ്രാം ആണെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് 8,000-ൽ പരം
അതിന് വ്യൂവേഴ്സ് ഉണ്ട്, 8200 വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ ഇത് ആ ഒരു പരിപാടി പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ എൻ്റെ SR കമ്മ്യൂണിക്കേഷൻസ് വരുന്നതാണ്. നോട്ടിഫിക്കേഷൻസിലൂടെ അത് വരുന്നാൽ, അല്ലെങ്കിൽ അത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, ഇതെല്ലാം സാമാന്യം മനസ്സിലാവുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൊള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം അഗൈൻ ടു ദ SR കമ്മ്യൂണിക്കേഷൻസ്. താങ്ക് യു.